ഇൻ്റർപോളേഷൻ ശരിക്കും നമ്മളെ ഒരു മിസ്സിംഗ് വാല്യൂ ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്താണ് ബേസിക് ഐഡിയ ഓഫ് ഇൻ്റർപോളേഷൻ എന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിലൊരു പോളിനോമിയൽ ഉണ്ട്, എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് 2x പ്ലസ് 1. കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സിൻ്റെ ടേബിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. എക്സ് വാല്യൂസ് ഞാൻ 0, 1, 2, 3, 4 5 എക്സ് വാല്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സ് വാല്യൂ എനിക്ക് ഈ ഫോമിൽ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 0 ആണ് എക്സിന് പകരം കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി 0 സ്ക്വയർഡ് പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 1 ദാറ്റ് വിൽ ബി 1. അതേപോലെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 1 ദാറ്റ് വിൽ ബി 4. അങ്ങനെ നമുക്ക് ഓരോ എക്സ് വാല്യൂസ് കൊടുത്തിട്ട് കറസ്പോണ്ടിംഗ്ലി എഫ് ഓഫ് എക്സ് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ദ ടേബിൾ ഈസ് എക്സ് 1, 2, 3, 4 ആൻഡ് എഫ് ഓഫ് എക്സ് വാല്യൂ -2, 3, 5, 9. എന്നിട്ട് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിനോമിയൽ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻ്റർപോളേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വാല്യൂസ് വരുന്ന രീതിയിൽ പോളിനോമിയൽ ഉണ്ട് എങ്കിൽ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ 2 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ഒന്ന്, ഇത്തരത്തിലൊരു ഡേറ്റ തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുമോ? അങ്ങനെ എക്സിസ്റ്റ് ചെയ്താൽ ആ പോളിനോമിയൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതിന് രണ്ടിനുമുള്ള മറുപടി നമ്മളിപ്പം ഇവിടെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുമോ? ദ ആൻസർ ഇസ് എസ്, ഓൾവേസ് എസ്. അതായത് ഇപ്പോൾ ഈ എത്ര സെറ്റ് ഓഫ് വാല്യൂസ് ആണെന്ന് നോക്കുക. ഇതിപ്പോൾ 4 സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ് 4 ആണ് എങ്കിൽ ദർ ഓൾവേസ് എക്സിസ്റ്റ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ which satisfies this value. ഈ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഓൾവേസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് തരുന്നോ അതിനനുസരിച്ചായിരിക്കും ആ പോളിനോമിയൽ വരുന്നത്. നമുക്ക് 10 വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ then there will be a 9 degree polynomial. Generally, if there are n+1 value, then there will be a nth degree polynomial which satisfies all that values. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പോളിനോമിയൽ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഓക്കെ, ഇങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്മളിത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻ്റർപോളേഷൻ, ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ. അപ്പോൾ ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ. അപ്പോൾ ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷനകത്ത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. n+1 വാല്യൂസ് ആണ് ടേബിളിലുള്ളത്. x0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് n വരെ. സോ ദർ ആർ n+1 വാല്യൂസ്. സെറ്റ് ഓഫ് n+1 വാല്യൂസ് ഒരു ടേബിൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എസ് ആൻഡ് nth ഡിഗ്രി പോളിനോമിയൽ എക്സിസ്റ്റ്. ദെൻ വാട്ട് ഈസ് ദാറ്റ് പോളിനോമിയൽ? ആ പോളിനോമിയലിനുള്ള മറുപടിയാണ് ദിസ് വൺ. സോ ദിസ് ഇസ് ദാറ്റ് പോളിനോമിയൽ. അപ്പോൾ ഇത് ഇത്തിരി ലോങ് ഫോർമുല ആയതുകൊണ്ട് നമുക്കിത് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കിതൊരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഈ ഫോർമുല എഴുതുന്നത്. അത് വെച്ചിട്ട് ഈ ഫോർമുല ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടേം നോക്കാം. ആദ്യത്തെ ടേം ഇങ്ങനെയാണ് വരുന്നത്, x - x1, x - x2 എക്സെട്ര x - xn. ആദ്യത്തെ ടേം, ആദ്യത്തെ എക്സ് വാല്യൂ x0 മാത്രം ഇവിടെ ഇല്ല, ബാക്കി എല്ലാവരുടെ ടേം വരുന്നുണ്ട്. x - x0 ഇല്ല, x - x1, x - x2 എക്സെട്ര x - x1 ആൻഡ് ദ ഡിനോമിനേറ്റർ ഇസ്, ആരെയാണോ നിങ്ങൾ മുകളിൽ എഴുതാത്തത്, ഇപ്പോൾ ഇവിടെ x0 നമ്മൾ എഴുതിയിട്ടില്ല, എക്സിന് പകരം x0 വെച്ചിട്ട് ഡിനോമിനേറ്റർ അങ്ങ് എഴുതുക. സോ ഡിനോമിനേറ്റർ വിൽ ബി ഇൻസ്റ്റെഡ് ഓഫ് x റൈറ്റ് x0. സോ x0 - x1, x0 - x2 എക്സെട്ര x0 - xn ഇൻറ്റു y0 ഈസ് ദി ഫസ്റ്റ് y വാല്യൂ. ഇതാണ് നമ്മുടെ പോളിനോമിയലിൻ്റെ ആദ്യത്തെ ടേം. പ്ലസ് രണ്ടാമത്തെ ടേം എഴുതുമ്പോൾ x - x1ൻ്റെ ടേം ആയിരിക്കും നമ്മൾ ഒഴിവാക്കുന്നത്, ബാക്കി എല്ലാവരെയും ന്യൂമറേറ്ററിൽ എഴുതുക. സോ x - x0, x - x1 എഴുതണ്ട, x - x2, x - x3 എക്സെട്ര x - xn ആരെയാണോ എഴുതാത്തത് ഇൻ ഹിയർ x1. അപ്പോൾ എക്സിന് പകരം x1 വെച്ചിട്ട് ഡിനോമിനേറ്റർ എഴുതുക. സോ ഡിനോമിനേറ്റർ ഇസ് x1 - x0, x1 - x2 എക്സെട്ര x1 - xn ഇൻറ്റു ഫസ്റ്റ് y വാല്യൂ ദാറ്റ് ഈസ് സെക്കൻഡ് y വാല്യൂ ദാറ്റ് ഈസ് y1. പ്ലസ് അടുത്ത ടേം ആകുമ്പോൾ നമ്മൾ x - x2 ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരെയും എഴുതുക. ഡിനോമിനേറ്ററിൽ x2 വെച്ച് റീപ്ലേസ് ചെയ്യുക ഇൻറ്റു y2. കറസ്പോണ്ടിംഗ്ലി ദ ലാസ്റ്റ് ടേം ആകുമ്പോൾ x - xn ഒഴിവാക്കി ന്യൂമറേറ്റർ എഴുതുക, എക്സിന് പകരം xn റീപ്ലേസ് ചെയ്ത് ഡിനോമിനേറ്റർ എഴുതുക ഇൻറ്റു yn. ഓക്കെ, ഇതായിരിക്കും ആ പോളിനോമിയൽ.
ഇനി നമുക്കറിയേണ്ടത് ഈ പോളിനോമിയൽ എങ്ങനെ വർക്ക് ചെയ്യും. ഞാൻ x0 ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതെനിക്ക് y0 ആയിരിക്കുമോ തരുന്നത്. x1 ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ y1 കിട്ടണം. അതേപോലെ ഈ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും നോക്കണം. നമുക്ക് നോക്കാം. നമ്മൾ x0 ആണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും. x0 ആണ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ആദ്യത്തെ ടേമിൽ മാത്രമേ ഉള്ളൂ x മൈനസ് x0 ഇല്ലാത്തത്. ബാക്കി എല്ലാ ടേമിനകത്തും x മൈനസ് x0 വരുന്നുണ്ട്. അപ്പോൾ എക്സിന് പകരം x0 കൊടുത്തു കഴിഞ്ഞാൽ x മൈനസ് x0 0 ആയിപ്പോകും. അപ്പോൾ ആദ്യത്തെ ടേം ഒഴികെ ബാക്കി എല്ലാ ടേമും 0 ആയിപ്പോകും. ഇനി ആദ്യത്തെ ടേമിന് എന്ത് പറ്റും. ആദ്യത്തെ ടേമിനകത്ത് എക്സിന് പകരം x0 വന്നു കഴിഞ്ഞാൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് റിമൈനിങ് വിൽ ബി y0, വിച്ച് മീൻസ് ഞാൻ ഈ പോളിനോമിയലിനകത്ത് x0 കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് y0. ഇതേപോലെ ഞാൻ ഈ പോളിനോമിയലിനകത്ത് x1 ആണ് കൊടുക്കുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ. ഞാൻ x1 ആണ് കൊടുക്കുന്നതെങ്കിൽ x മൈനസ് x1 ഈ ഒരു ടേം ഒഴികെ രണ്ടാമത്തെ ടേം ഒഴികെ ബാക്കി എല്ലാ ടേമിനകത്തും x മൈനസ് x1 ഉള്ളതുകൊണ്ട് എക്സിന് പകരം x1 കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരും 0 ആകും. ഇത് മാത്രം റിമൈൻ ചെയ്യും. ഇവിടെ എക്സിന് പകരം x1 വരുമ്പോഴത്തേക്കും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആകും. അപ്പോൾ ഇത് എൻറ്റയർലി ക്യാൻസൽ ആയി പോയിട്ട് യു വിൽ ഗെറ്റ് y1. സിമിലർലി ഞാൻ x2 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ്സ് y2. സോ ദിസ് ഈസ് അവർ റിക്വയർഡ് പോളിനോമിയൽ. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്. ഒന്ന്, ഒരു ഡേറ്റ തന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുമോ. അതിനുള്ള മറുപടി എസ് ആണ്, ഓൾവേസ് എക്സിസ്റ്റ്. ആ പോളിനോമിയൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും മീൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് പോളിനോമിയൽ യൂസിങ് ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ. ഇനി സപ്പോസ് സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ട് ഒരു വാല്യൂ മിസ്സിംഗ് ആണെന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ 2, 3, 4, 5 കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസ് തന്നിട്ടുണ്ട്. 7, 9, 11, 12. ഇതാണ് എക്സ് വാല്യൂസും എഫ് ഓഫ് എക്സ് വാല്യൂസ്. ദിസ് ഇസ് എക്സ് വാല്യൂസ് ആൻഡ് ദിസ് ഇസ് എഫ് ഓഫ് എക്സ് വാല്യൂസ്. എക്സ് വാല്യൂസും എഫ് ഓഫ് എക്സ് വാല്യൂസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെയൊക്കെ ചോദിക്കുകയാണ് വാട്ട് ഈസ് എഫ് ഓഫ് 4.5. 4.5 എന്താണ്. 4.5 ഈ ടേബിളിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ്. ഈ ടേബിളിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ എനിവേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. I can find a polynomial which satisfies this condition using Lagrange's interpolation. അങ്ങനെ ഒരു പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ പോളിനോമിയലിനകത്ത് 4.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് എഫ് ഓഫ് 4.5 കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കാൽക്കുലേഷൻ സമയത്ത് എനിക്ക് ഈ പോളിനോമിയലിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഇത് വെച്ച് ഈ പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുശേഷം ആ പോളിനോമിയൽ 4.5 കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. ഡയറക്റ്റ്ലി സ്റ്റാർട്ടിംഗ് ടൈം തന്നെ നമുക്ക് എക്സിന് പകരം 4.5 ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ്ലി ആ എക്സിന് പകരം 4.5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മിസ്സിംഗ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ വെച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിനോമിയലിനെ ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലൊരു മിസ്സിംഗ് വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. Problem number 1. Using Lagrange's interpolation formula, find a polynomial which passes through 0, -12, 1, 0, 3, 6 and 4, 12. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ 4 സെറ്റ് ഓഫ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ there exists a third degree polynomial which satisfy this condition. ആദ്യമേ നമുക്ക് എക്സിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും വാല്യൂ ലിസ്റ്റ് ചെയ്യാം. സോ എക്സ് വാല്യൂസ് ആർ 0, 1, 3, 4 and corresponding f of x values are 0 value -12, 1 value 0, 6, 12. ഓക്കെ, നമുക്കിനി ആ പോളിനോമിയൽ ഡയറക്റ്റ് എഴുതാം. ഓൾറെഡി നമുക്കറിയാം ആ പോളിനോമിയൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ ടേം എഴുതുമ്പോൾ എക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 3 വാല്യൂസ് എഴുതുക. സോ എക്സ് മൈനസ് 1, x minus 3, x minus 4 divided by എക്സിന് പകരം നമ്മൾ സ്കിപ്പ് ചെയ്ത 0 ആണ്. അപ്പോൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ 0 minus 1, 0 minus 3, 0 minus 4 into y0 that is -12 plus സെക്കൻഡ് വാല്യൂ ഈസ് സെക്കൻഡ് ടേം എഴുതുക. അടുത്ത സെക്കൻഡ് ടേം ആകുമ്പോൾ സെക്കൻഡ് വാല്യൂ 1 ആണ്. 1 സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 3 ടേംസും എഴുതുക. സോ എക്സ് മൈനസ് 0, എക്സ് മൈനസ് 3, x minus 4 divided by skip ചെയ്ത് 1 ആണ്. സോ റീപ്ലേസ് x by 1. സോ 1 minus 0, 1 minus 3, 1 minus 4 into y0 value 0 plus
മൂന്നാമത്തെ ടേം ആകുമ്പോൾ എക്സ് മൈനസ് 3 ഒഴികെ ബാക്കിയെല്ലാം എഴുതുക. അപ്പോൾ എക്സ് മൈനസ് 0, എക്സ് മൈനസ് 1 ആൻഡ് എക്സ് മൈനസ് 4. ഇനി 3 എഴുതാത്തതുകൊണ്ട് എക്സിന് വരെ 3 ഇട്ട് എഴുതുക. സോ 3 മൈനസ് 0, 3 മൈനസ് 1, 3 മൈനസ് 4 ഇൻറ്റു കറസ്പോണ്ടിങ് y വാല്യൂ ഇസ് 6 പ്ലസ് നെക്സ്റ്റ് ടേം 4യുടെ ടേം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എഴുതുക. സോ എക്സ് മൈനസ് 0, എക്സ് മൈനസ് 1, എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ സ്കിപ്പ് ചെയ്ത 4 ആണ്. സോ 4 മൈനസ് 0, 4 മൈനസ് 1, 4 മൈനസ് 3 ഇൻറ്റു 12. ഓക്കെ, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സാധാരണ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ എക്സ് മൈനസ് 1, എക്സ് മൈനസ് 3, എക്സ് മൈനസ് 4 നോർമലി അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു 3rd ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് എക്സ് ക്യൂബ് മൈനസ് 8 എക്സ് സ്ക്വയർഡ് പ്ലസ് 19x minus 12 whole divided by, this will be minus 1 into minus 3 is 3 into minus 4 is minus 12. So minus 12 into minus 12 plus second term calculate ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് 0 ആയതുകൊണ്ട് എൻ്റയർലി 0 ആയി പോകും. ഇനി തേർഡ് ടേം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 5 മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് വി വിൽ ഗെറ്റ് എക്സ് ക്യൂബ് മൈനസ് 5 എക്സ് സ്ക്വയർഡ് പ്ലസ് 4x whole divided by, denominator will be 3 into 2 6, 6 into minus 1 that is minus 6. So minus 6 into 6 plus ഒരു ടേം കൂടെ ഉണ്ട്, that is this one, x into x minus 1 into x minus 3 multiply by, it will be x cube minus 4x squared plus 3x whole divided by 4 into 3 12 into 1 that is 12 into 12. So ഇവിടെ minus 12, this is minus 12. Okay, minus 12 cancel ആയി പോകും. ഇവിടെ minus 6 cancel ആയി പോയിട്ട് there will be a minus 1. ഇവിടെ 12 cancel ആയി പോകും. And remaining will be x cube minus 8x squared plus 19x minus 12 minus x cube minus 5x squared plus 4x plus x cube minus 4x squared plus 3x. So that is equal to, finally the calculate we will get x cube minus 7x squared plus 18x minus 12. ഇതാണ് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത പോളിനോമിയൽ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 3rd ഡിഗ്രി പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് ദ പോളിനോമിയൽ. ഇവിടെ ക്വസ്റ്റ്യൻ ലഗ്രാഞ്ചസ് പോളിനോമിയൽ ഇൻ്റർപോളേറ്റ് ചെയ്യാനാണ്, അതുകൊണ്ടാണ് നമ്മൾ ആ പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്തത്. പ്രോബ്ലം നമ്പർ 2, യൂസിങ് ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല ഫൈൻഡ് ദി വാല്യൂ ഓഫ് y കറസ്പോണ്ടിങ് ടു x ഈക്വൽ ടു 10 ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇൻ്റർപോളേഷൻ പോളിനോമിയൽ എഴുതാം, എന്നിട്ട് ആദ്യമേ തന്നെ എക്സിന് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമേ ഇൻ്റർപോളേഷൻ പോളിനോമിയൽ f of x is given by, ഫസ്റ്റ് വാല്യൂ 5 ആണ്, അപ്പോൾ 5 സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എഴുതുക. എക്സ് മൈനസ് 6, എക്സ് മൈനസ് 9, എക്സ് മൈനസ് 11 ഡിവൈഡ് ബൈ എക്സിന് വരെ 5. സോ 5 മൈനസ് 6, 5 മൈനസ് 9, 5 minus 11 into first y value is 12 plus x minus 5, x minus 6 skip here, x minus 9, x minus 11 divided by 6 minus 5, 6 minus 9, 6 minus 11 into 13 plus x minus 5, x minus 6, x minus 11 divided by 9 minus 5, 9 minus 6, 9 minus 11 into 14 plus last term x minus 11 skip that x minus 5, x minus 6, x minus 9 divided by x minus 11. So 11 minus 5, 11 minus 6, 11 minus 9 into corresponding y values
16. ഓക്കെ, ഈ പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കാം. എനിക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടത് 10ൻ്റെ വാല്യൂ ആണ്. സോ വി ക്യാൻ directly put x is equal to 10 here. So f of x becomes f of 10. f of 10 becomes x ന് വരെ 10 കൊടുക്കുമ്പോൾ ഇത് 10 minus 6, that is 4, into 10 minus 9 1, into 10 minus 11 minus 1, divided by minus 1 minus 4 minus 6 into 12, plus 10 minus 5 is 5, 10 minus 9 is 1, into minus 1 divided by 1 into minus 3 into minus 5 to 13, plus third term 10 minus 5 5 into 4 into minus 1 divided by minus 4 minus 3 into minus 2 into 14, plus last term 10 minus 5 5 into 4 into 1 divided by 6 into 5 into 2 into 16. Calculate here. It will be, first term will result in 2, second term minus 13 by 3, plus third term 35 by 3, plus 16 by 3. That result in 44 by 3, and that is approximately equal to 14.88. Therefore f of 10, value at 10 is 14.88. Next is difference operator. രണ്ട് തരത്തിൽ ഡിഫറൻസ് ഓപ്പറേറ്ററാണുള്ളത്. ഒന്ന് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററും പിന്നെ ഒന്ന് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഓക്കെ, സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് വൈ വാല്യൂസും ഉണ്ടെന്നിരിക്കട്ടെ. സോ x0, x1, x2 എക്സെട്ര എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂസാണ് y0, y1, y2 എക്സെട്ര yn. പ്രൊവൈഡഡ് ഈ എക്സ് വാല്യൂസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് ആയിരിക്കണം, എല്ലാവരും ഇക്വിഡിസ്റ്റൻറ്റിലായിരിക്കണം പോകേണ്ടത്. അതായത് ഈ x0യുടെ കൂടെ എന്തെങ്കിലും ഒരു ഫിക്സഡ് വാല്യൂസ് വി ഡിനോട്ട് ഇറ്റ് ബൈ h. x0യുടെ കൂടെ h ആഡ് ചെയ്യുമ്പോഴായിരിക്കും x1 കിട്ടുന്നത്, എഗെയിൻ h ആഡ് ചെയ്ത x2 കിട്ടും, എഗെയിൻ h ആഡ് ചെയ്ത x3 കിട്ടും. അപ്പോൾ ഇവർ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം. കറസ്പോണ്ടിംഗ്ലി ഫംഗ്ഷൻ വാല്യൂസ് വരുന്നവർ ഈക്വലി സ്പേസ്ഡ് ആകണമെന്ന് നിർബന്ധമില്ല, ഇവരുടെ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ഞാൻ ഈ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ഡിഫറൻസസ് എന്ന് പറയും. അതായത് ഇവിടെ എഴുതുന്നത് y1 മൈനസ് y0 ആണ്. ഞാൻ എപ്പോഴും ഡിഫറൻസ് എടുക്കുമ്പോൾ സെക്കൻഡ് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഇത് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് y1 മൈനസ് y0 ആയിരിക്കും, y2 മൈനസ് y1 ആയിരിക്കും അടുത്ത ഡിഫറൻസ്. ഇവിടെ വരുന്നത് y3 മൈനസ് y1 y2 ആയിരിക്കും എക്സെട്ര. കറസ്പോണ്ടിംഗ്ലി ലാസ്റ്റ് വൺ വിൽ ബി yn മൈനസ് yn മൈനസ് 1. ഇവർ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ഡിഫറൻസസ്. വീണ്ടും ഇവരുടെ ഡിഫറൻസ് എടുത്ത് ഞാൻ ഫർദർ എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഡിഫറൻസസ്. അതായത് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി y2 മൈനസ് y1 മൈനസ് y1 മൈനസ് y0. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡിഫറൻസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ സെക്കൻഡ് ഡിഫറൻസസ് എന്ന് പറയും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം, തേർഡ് ഡിഫറൻസ്, ഫോർത്ത് ഡിഫറൻസ് എക്സെട്ര. ഓക്കെ, ഇനി ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ ഡിഫറൻസിനെ നമുക്ക് രണ്ട് ഓപ്പറേറ്ററിൽ പറയാൻ പറ്റും. ഒന്ന് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. അത് മനസ്സിലാവാനായിട്ട് സപ്പോസ് ഈ y വാല്യൂസ് എല്ലാം ഒരു ലൈനിൽ നിരന്നിരിക്കുകയാണെന്നിരിക്കട്ടെ, y0, y1, y2, y3 എക്സെട്ര. എങ്കിൽ ഫോർവേഡ് ഡിഫറൻസ് മീൻസ് മുമ്പിലുള്ള ആളുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ഫോർവേഡ് ഡിഫറൻസ്. ബാക്ക്വേർഡ് ഡിഫറൻസ് മീൻസ് പിറകിലുള്ള ആളുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ബാക്ക്വേർഡ് ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ y2വിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y2യുടെ മുമ്പുള്ള ആൾ ദാറ്റ് ഈസ് y3. y3യും y2 ആയിട്ടുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് y3 മൈനസ് y2. അതായിരിക്കും y2വിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ y2. അപ്പോൾ ഡെൽറ്റ y2 എന്ന് പറയുമ്പോൾ y2യുടെ ഫോർവേഡ് ഡിഫറൻസ് ആണ്. അപ്പോൾ y2വും അതിന് മുമ്പുള്ള ആളുമായിട്ടുള്ള ഡിഫറൻസ്, y2യുടെ മുമ്പിൽ വരുന്ന y3 ആണ്. സോ ദിസ് ഇസ് y3 മൈനസ് y2.
ഇതേപോലെ എനിക്ക് ബാക്ക്വേർഡ് ഡിഫറൻസ് എടുക്കാം. ഞാൻ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓഫ് y2 ആണ് എടുക്കുന്നതെങ്കിൽ അത് y2ഉം അതിന് മുമ്പുള്ള ആളുമായിട്ട്, മുമ്പുള്ള ആളെന്ന് പറയുമ്പോൾ y1, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് y2 മൈനസ് y1. ഓക്കെ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽ y2. ഡെൽറ്റ ഓപ്പറേറ്റർ ഇസ് ഫോർ ഫോർവേഡ് ഡിഫറൻസ് ആൻഡ് ഡെൽ ഓപ്പറേറ്റർ ഇസ് ഫോർ ബാക്ക്വേർഡ് ഡിഫറൻസ്. സോ ഡെൽ y2 മീൻസ് y2ൻ്റെ ബാക്ക്വേർഡ് ഡിഫറൻസ്. അപ്പോൾ y2ഉം y2യുടെ മുമ്പുള്ള ആളും, y2യുടെ മുമ്പ് y1. സോ ദിസ് ഇസ് y2 മൈനസ് y1. അങ്ങനെ നമ്മൾ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ y1 മൈനസ് y0 എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡെൽറ്റ y0. y0യെ സംബന്ധിച്ചിടത്തോളം അത് ഫോർവേഡ് ഡിഫറൻസ് ആണ്. കാരണം y0യും അതിന് മുമ്പുള്ള ആളുമായിട്ടുള്ള ഡിഫറൻസ്, ദാറ്റ് ഇസ് y1 മൈനസ് y0. അതേസമയം y1നെ സംബന്ധിച്ചിടത്തോളം അത് ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ്. y1നും y1ൻ്റെ പിറകിലുള്ള y0യുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ബാക്ക്വേർഡ് ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ y0 എന്ന് പറയുന്നത് ഡെൽ ഓഫ് y1 ആയിരിക്കും. സിമിലർലി ഡെൽറ്റ y1 എന്ന് പറയുന്നത് ഡെൽ y2 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് ടേബിൾ ഒരു രീതിയിൽ എഴുതുള്ളൂ, പക്ഷെ നമുക്ക് ഡിഫറൻസ് ടേബിളിനെ രണ്ടായിട്ട് കാണാൻ പറ്റും. ആക്ച്വലി ഈ രണ്ട് ടേബിളും സെയിം തന്നെയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ y1 മൈനസ് y0 ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ y2 മൈനസ് y1 ആണ്. അടുത്ത വാല്യൂ y3 മൈനസ് y2 ആയിരിക്കും. സിമിലർലി ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വാല്യൂ y1 മൈനസ് y0 എന്നാണ്. ഇവിടെയും y2 മൈനസ് y1 എക്സെട്ര. ദിസ് ഇസ് yn മൈനസ് 1. രണ്ട് ടേബിളും സെയിം തന്നെയാണ്, പക്ഷേ രണ്ട് രീതിയിൽ പറയുകയാണെന്നേ ഉള്ളൂ. ഇത് ഫോർവേഡ് ഡിഫറൻസ്, ഫോർവേഡ് ഓപ്പറേറ്ററുകൾ വെച്ച് ഡിനോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ബാക്ക്വേർഡ് ഓപ്പറേറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. എനിവേ ഡെൽറ്റ y0 എന്ന് പറയുന്നതും ഡെൽ y1 എന്ന് പറയുന്നതും രണ്ടും y1 മൈനസ് y0 എന്നാണ്. അപ്പോൾ ഡിഫറൻസ് ടേബിൾ ഒന്നേ ഉള്ളൂ. അത് ജസ്റ്റ് നമ്മൾ x വാല്യൂസും y വാല്യൂസും എഴുതുക, y വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻസ് എടുക്കുക, അത് ഫസ്റ്റ് ഡിഫറൻസ്. അഗെയിൻ അവരുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സെക്കൻഡ് ഡിഫറൻസ് ആൻഡ് സോ ഓൺ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. എക്സ് വാല്യൂസ് 1, 2, 3, 4, 5. കറസ്പോണ്ടിങ് y വാല്യൂസ് are 3, 7, 12, 16, 18. ഓക്കെ, എനിക്കിതിൻ്റെ ഡിഫറൻസ് ടേബിൾ വരയ്ക്കണം. സോ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഡിഫറൻസ് എടുത്തെടുത്ത് പോയാൽ മതി. 7 മൈനസ് 3 ഈസ് 4. എപ്പോഴും സെക്കൻഡ് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ ചെയ്യുക. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് ടേബിളിൽ നെഗറ്റീവായിട്ട് തന്നെ എഴുതുക. 12 മൈനസ് 7 ദാറ്റ് ഈസ് 5. 16 മൈനസ് 12 ദാറ്റ് ഈസ് 4. 18 മൈനസ് 16 ദാറ്റ് ഈസ് 2. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഫർദർ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 5 മൈനസ് 4 ദാറ്റ് വിൽ ബി 1. 4 മൈനസ് 5 ദാറ്റ് ഈസ് മൈനസ് 1. 2 മൈനസ് 4 ദാറ്റ് ഈസ് മൈനസ് 2. ഇതായിരിക്കും സെക്കൻഡ് ഡിഫറൻസ്. ഇനി ഫർദർ ഡിഫറൻസ് എടുക്കുമ്പോൾ ദിസ് വിൽ ബി മൈനസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 2. ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി മൈനസ് 2 മൈനസ് മൈനസ് 1, ഇറ്റ് ബിക്കംസ് മൈനസ് 2 പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് മൈനസ് 1. ആൻഡ് ലാസ്റ്റ് വാല്യൂ ഒരു ഡിഫറൻസ് ആയിരിക്കും, ദാറ്റ് ഈസ് മൈനസ് 1 മൈനസ് മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് 2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഡിഫറൻസ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ഡിഫറൻസ് എഴുതുമ്പോഴത്തേക്കും കൗണ്ട് കുറഞ്ഞു വരും, ഫൈനലി ഒരു വാല്യൂ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡിഫറൻസ് ടേബിൾ വരയ്ക്കുന്നത്. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ആയാലും ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ആയാലും രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ നൊട്ടേഷനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബോത്ത് ടേബിൾസ് ആർ സെയിം. ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ, ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ പോലെ തന്നെ നമുക്ക് പോളിനോമിയൽ ഇൻ്റർപോളേറ്റ് ചെയ്യാനും മിസ്സിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അവിടെ എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് ആകണമെന്നില്ല. പക്ഷേ ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കണം. ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള എക്സ് വാല്യൂ വന്നാൽ മാത്രമേ നമുക്ക് ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. ലഗ്രാഞ്ചസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് തരുന്നത് ന്യൂട്ടൺ ഇൻ്റർപോളേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ് വാല്യൂസിൻ്റെ വിഡ്ത്ത് സെയിം ആണ് എങ്കിൽ നമ്മളെപ്പോഴും ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ട് തരത്തിൽ ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ ഉണ്ട്. വൺ ഈസ് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ആൻഡ് സെക്കൻഡ് വൺ ഈസ് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല. നമുക്ക് നോക്കാം എന്താണ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന്. ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y0 പ്ലസ് യു ഇൻറ്റു ഡെൽറ്റ y0 plus u into u minus 1 by 2 factor into delta squared y0 plus u into u minus 1 into u minus 2
by 3 factorial into delta cube y0 plus etc. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. എന്തായാലും ഇവരെല്ലാം ഡിഫറൻസസ് ആയതുകൊണ്ട് കുറച്ച് വരെ കാണത്തുള്ളൂ. ആ ടേബിൾ തീരുന്നവരെ ഈ ഡിഫറൻസ് വാല്യൂസ് കാണത്തുള്ളൂ. ടേബിൾ തീരുമ്പോഴത്തേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റും അവിടെ വെച്ച് നിൽക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഫോമിൽ എങ്ങനെയാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ആർ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് u ആണ്. അടുത്തത് u into u minus 1 by 2 factorial and next will be u into u minus 1 u minus 2 by 3 factorial. അടുത്ത ടേം ഉണ്ടെങ്കിൽ it will be u into u minus 1 into u minus 2 into u minus 3 by 4 factorial ആയിരിക്കും അടുത്ത ടേം into delta raised to 4 y naught ആയിരിക്കും. ഓക്കെ, എക്സെട്ര. അപ്പോൾ കോഎഫിഷ്യൻസ് നമുക്കങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. ഇനി കറസ്പോണ്ടിങ് വരുന്ന വാല്യൂസ് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0 എക്സെട്ര ആണ്. അത് വാല്യൂസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ടേബിളിൽ നോക്കുക. ദിസ് ഇസ് y0, ദിസ് ഇസ് ഡെൽറ്റ y0, ദിസ് ഇസ് ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0. അതായത് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഡിഫറൻസ് ടേബിളിനകത്ത് ടോപ്പ് ടു ബോട്ടം മുകളിൽ നിന്ന് വരുന്ന വാല്യൂസ് ആയിരിക്കും ഇവിടെ വരുന്ന എക്സാക്ട്ലി വാല്യൂസ് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ റൈസ് ടു ക്യൂബ് y0. ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഡിഫറൻസ് ടേബിൾ എങ്കിൽ y വാല്യൂവിലെ ആദ്യത്തെ വാല്യൂ ആണ് y0. തൊട്ടടുത്ത് വരുന്ന ഈ വാല്യൂ ആയിരിക്കും ഡെൽറ്റ y0. ഇതായിരിക്കും ഡെൽറ്റ സ്ക്വയർഡ് y0, ഇത് ഡെൽറ്റ ക്യൂബ് y0 ആൻഡ് ഡെൽറ്റ റൈസ് ടു 4 y0. ഈ കേസിൽ ഡെൽറ്റ റൈസ് ടു 4 വരെയേ ഉള്ളൂ. അപ്പോൾ 4 ടേം ആയിരിക്കും ഇൻ്റർപോളേഷൻ ഫോർമുലയിൽ വരുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് ടേബിളിൻ്റെ മുകളിൽ നിന്നും നമുക്ക് ഇവരുടെ വാല്യൂ കിട്ടും. ഇനി u എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ u ഇസ് നത്തിങ് ബട്ട് എക്സ് മൈനസ് x0 ബൈ എച്ച്. എക്സ് ആണ് നമുക്ക് എക്സ് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ. ഏത് വാല്യൂ ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് എക്സ്. x0 എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ് വാല്യൂയുടെ ആദ്യത്തെ വാല്യൂ ആണ്. ദിസ് വാല്യൂ ഇസ് x0. എക്സിലെ ആദ്യത്തെ വാല്യൂ ആണ് x0. സോ വി ക്യാൻ ഫൈൻഡ് u യൂസിങ് ദി ഫോർമുല എക്സ് മൈനസ് x0 ബൈ എച്ച്. വേറെ എച്ച് എന്ന് പറയുന്നത് ഈക്വൽ വിഡ്ത്താണ്. നമുക്കറിയാം ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കണം. ആ ഈക്വൽ വിഡ്ത്ത് എത്ര ആണോ അതാണ് എച്ച്. അപ്പോൾ ഈക്വൽ വിഡ്ത്ത് വെച്ചിട്ട് എച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. എച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഡിഫറൻസ് ടേബിൾ വരയ്ക്കുക. ഡിഫറൻസ് ടേബിളിൽ നിന്ന് നമുക്ക് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0യുടെ വാല്യൂ കിട്ടും. യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ്ലി ഇൻ്റർപോളേറ്റ് ചെയ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ആണെങ്കിൽ ഫോർവേഡ് ഇൻ്റർപോളേഷനുമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് യു വാല്യൂവിലാണ്. യു വാല്യൂ ഈസ് എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച്. ഇൻസ്റ്റെഡ് ഓഫ് x0 ഇറ്റ് ഈസ് എക്സ് എൻ. എക്സ് എൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് വാല്യൂവിലെ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ. സോ ഇത് എക്സ് വാല്യൂസ് ആണെങ്കിൽ എക്സ് വാല്യൂസിലെ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ ആയിരിക്കും എക്സ് എൻ. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസിലെ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ ആണ്. എക്സ് ആണ് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ. ഏത് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എക്സ്. സോ എക്സ് മൈനസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്ന് പറയുന്നത് ആ ഈക്വൽ വിഡ്ത്ത് ആണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത കോഎഫിഷ്യൻസ് u ഇൻറ്റു u പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ, u ഇൻറ്റു u പ്ലസ് 1 ഇൻറ്റു u പ്ലസ് 2 ബൈ 3 ഫാക്ടോറിയൽ. അടുത്ത ടേം ഉണ്ട് എങ്കിൽ ദാറ്റ് വിൽ ബി u ഇൻറ്റു u പ്ലസ് 1 ഇൻറ്റു u പ്ലസ് 2 ഇൻറ്റു u പ്ലസ് 3 ബൈ 4 ഫാക്ടോറിയൽ. അതായത് ഫോർവേഡ് ഡിഫറൻസ് ടേബിളിൽ മൈനസ് വന്നിടത്തല്ല ഇവിടെ പ്ലസ് ആണ്. മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് കൂടെ വരുന്ന നമ്പേഴ്സ് yn, ഡെൽ yn, ഡെൽ സ്ക്വയർ yn, ഡെൽ ക്യൂബ് yn എക്സെട്ര. ഡെൽറ്റ ഓപ്പറേറ്റർ അല്ല, ഡെൽ ഓപ്പറേറ്ററാണ്. ഈ വാല്യൂസ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻസ് ടേബിളിൽ താഴെ ഇരുന്ന് മുകളിലോട്ട് വരുന്ന വാല്യൂസ് ആയിരിക്കും അത്. ദിസ് ഇസ് yn, ദിസ് ഇസ് ഡെൽ yn, അടുത്ത് വരുന്ന ഡെൽ സ്ക്വയർ yn എക്സെട്ര. ദിസ് ഇസ് ഡെൽ റേസ് ടു ny. ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ഡിഫറൻസ് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ വൈയിലെ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ ആയിരിക്കും yn. തൊട്ടടുത്ത് ഇവിടെ വരുന്ന ആളായിരിക്കും ഡെൽ yn. ഇതായിരിക്കും ഡെൽ സ്ക്വയർഡ് yn. ദിസ് വിൽ ബി ഡെൽ ക്യൂബ്ഡ് yn ആൻഡ് ഫൈനലി ദിസ് വിൽ ബി ഡെൽ റേസ് ടു 4 yn. ഇപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് ഇവിടെ ഇരുന്ന് ഇതായിരിക്കും. ബാക്ക്വേർഡ് ഡിഫറൻസ് ആണെങ്കിൽ താഴെ ഇരുന്ന് മുകളിലോട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇവർ തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എപ്പോഴാണ് നമ്മൾ ഫോർവേഡ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ബാക്ക്വേർഡ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്, എക്സ് വാല്യൂസും വൈ വാല്യൂസും. ഫോർ എക്സാമ്പിൾ എക്സ് വാല്യൂസ് 1, 2, 3, 4, 5. കറസ്പോണ്ടിങ് വൈ വാല്യൂസ് 7, 11, 13, 15, 18 ആണെന്നിരിക്കട്ടെ. എന്നിട്ട് വി നീഡ് ടു ഫൈൻഡ്
എഫ് ഓഫ് 1.3 എഫ് ഓഫ് 1.3 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ ഫോമിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ എവിടെയാണ് 1.3 വരുന്നത് നോക്കുക. 1.3 ഈ ടേബിളിൻ്റെ തുടക്കം വരുന്ന വാല്യൂ ആണ്. അപ്പോൾ ടേബിളിൻ്റെ ഫസ്റ്റ് ഹാഫിലാണ് നിങ്ങൾ ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന വാല്യൂ വരുന്നതെങ്കിൽ യു നീഡ് ടു യൂസ് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ. കാരണം നിങ്ങളുടെ ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന വാല്യൂ ടേബിളിൻ്റെ ഫസ്റ്റ് ഹാഫിലാണ് വരുന്നതെങ്കിൽ ബെറ്റർ റിസൾട്ട് തരുന്നത് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ ആയിരിക്കും. ബാക്ക്വേർഡിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ആയിരിക്കും തരുന്നത്. അതേസമയം ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് 4.8 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ 4.8 ലൈസ് ഹിയർ, അതായത് ടേബിളിൻ്റെ പകുതി കഴിഞ്ഞ് വരുന്ന വാല്യൂ ആണ്. അപ്പോൾ എഫ് ഓഫ് 4.8ൻ്റെ കാൽക്കുലേഷൻ സമയത്ത് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമിലായിരിക്കും ബെറ്റർ റിസൾട്ട് തരുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ എവിടെയാണ്, അത് ടേബിളിൻ്റെ തുടക്കമാണ് എങ്കിൽ ഫോർവേഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ റിസൾട്ട് തരുന്നത്. അതേസമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ ടേബിളിൻ്റെ അവസാനമാണ് വരുന്നതെങ്കിൽ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോമിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് തരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്, രണ്ടുപേർക്കും ഒരേ ഡിഫറൻസ് ടേബിൾ തന്നെയാണ്. ഡിഫറൻസ് ടേബിൾ വ്യത്യാസമൊന്നുമില്ല, നൊട്ടേഷൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പ്രോബ്ലം നമ്പർ 1, കുറച്ച് റൂട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു കാൽക്കുലേറ്റ് റൂട്ട് ഓഫ് 12516 കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് വി നീഡ് ടു യൂസ് ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ. പ്രോബ്ലത്തിൽ ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെ യൂസ് ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ മാത്രം വാല്യൂ എവിടെയാണ് വരുന്നതെന്ന് നോക്കി തീരുമാനിക്കുക. ടേബിളിൻ്റെ ആദ്യത്തെ ഹാഫിലാണ് വരുന്നതെങ്കിൽ ഫോർവേഡ് ഇൻ്റർപോളേഷൻ വിൽ ഗിവ് യു ബെറ്റർ റിസൾട്ട്. ലാസ്റ്റ് അവറിന് വരുന്നതെങ്കിൽ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ വിൽ ഗിവ് യു ബെറ്റർ റിസൾട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സ് വാല്യൂസും കറസ്പോണ്ടിങ്ങിലി അവരുടെ ഫംഗ്ഷൻ വാല്യൂസ്, അതായത് സ്ക്വയർ റൂട്ട്സും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ആ വാല്യൂസ് ലിസ്റ്റ് ചെയ്യാം. എക്സ് വാല്യൂസ് ആ 12500 and 12520, 12520, 12530. നമുക്ക് നോക്കിയാൽ കാണാം എക്സ് വാല്യൂസ് ഈക്വലി ഡിസ്റ്റൻസ് ഈക്വലി സ്പേസ്ഡ് ആണ് വരുന്നത്. 10 ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. സോ ഈക്വൽ വിത്ത് എച്ച് ഇസ് 10. കറസ്പോണ്ടിംഗ്ലി വൈ വാല്യൂസ് നോക്കുക. y values root of 12500 is 111.8034 and this is 111.8481, 111.8928, 111.9375. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഡിഫറൻസ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഫോർവേഡിനായാലും ബാക്ക്വേർഡിനായാലും ഡിഫറൻസ് ടേബിളിന് വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. അപ്പം ഇവിടെ സെക്കൻഡ് വാല്യൂ മൈനസ് ഫസ്റ്റ് വാല്യൂ 111.8481 മൈനസ് 111.8034 ആൻഡ് ദാറ്റ് ഈസ് 0.0447. Again 111.8928 minus 111.8481 is 0.0447, and again 111.9375 minus 111.8928 is also 0.40447. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഡിഫറൻസുകളെല്ലാം സെയിം ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും, അടുത്ത ഡിഫറൻസും 0 ആവും. ഓക്കെ, ഇവിടെ ഫോർവേഡ് ഡിഫറൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ടേബിളിൻ്റെ മുകളിലിരുന്ന് താഴോട്ട് വരുന്ന വാല്യൂസ് ആണ് ഞാൻ എടുക്കേണ്ടത്. സോ ദിസ് ഇസ് വൈയുടെ ആദ്യത്തെ വാല്യൂ ആണ് y0 ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ y0, ദിസ് ഇസ് ഡെൽറ്റ സ്ക്വയർഡ് y0, ദിസ് ഇസ് ഡെൽറ്റ ക്യൂബ്ഡ് y0. ഇനി ഫോർവേഡ് ഡിഫറൻസ് ഫോമിൽ എഴുതുക. അതിന് മുമ്പ് u കാൽക്കുലേറ്റ് ചെയ്യുക. u is equal to x minus x naught divided by h ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. നമുക്ക് ഏത് വാല്യൂ ആണ് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടത് അതാണ് എക്സ്. നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ ഈസ് 12516 മൈനസ് x0 എന്ന് പറയുമ്പോൾ എക്സിൽ ആദ്യത്തെ വാല്യൂ ദാറ്റ് ഈസ് 12500 divided by 10 and that result in 1.6. ഇപ്പോൾ യു വാല്യൂ കിട്ടി.
ഇനി നമുക്ക് directly calculate ചെയ്യാം. So we need to calculate f of 12516 and that is equal to, by formula, it is y0 plus u into delta y0 plus u into u minus 1 by 2 factorial into delta square y0 plus u into u minus 1 into u minus 2 by 3 factorial into delta cubed y0, and that is equal to y0 value is 11.8034 plus u into u is 1.6 into delta y0 is this value 0.0447 plus അടുത്ത രണ്ട് ടേം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡെൽറ്റ സ്ക്വയർ y0യും ഡെൽറ്റ ക്യൂബ്ഡ് y0യും 0 ആണ്. അപ്പോൾ അടുത്ത രണ്ട് ടേമുകൾ 0 ആയി പോകും. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 111.87492. So this is square root of 12516. Problem number 2. The values of sin x are given below for different values of x. Find the value of sin 32. ഇവിടെ നേരത്തെ പോലെ തന്നെ പ്രോബ്ലം തന്നെയാണ്. എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് വൈ വാല്യൂസ് തന്നിട്ടുണ്ട്, 32യുടെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുകയാണ്. സോ ആദ്യമേ നമുക്ക് എക്സ് വാല്യൂസ് എഴുതാം. എക്സ് വാല്യൂസ് ആ 30, 35, 40, 45, 50. എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് തന്നെയാണ്. So we can use Newton interpolation, and y values are 0.5, 0.5736, 0.6428, 0.7071, 0.7660. y values കിട്ടി. ഇനി നേരത്തെ പോലെ ഡിഫറൻസ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. So first value is 0.5736 minus 0.5, and that is 0.0736, and again 0.6428 minus 0.5736, and that is 0.0692. Next value is 0.7071 minus 0.6428, and that is 0.0643, and finally 0.7660 minus 0.7071, that is 0.0589. ഇനി സെക്കൻഡ് ഡിഫറൻസ് എടുക്കുക. ഇപ്പോൾ രണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി മൈനസ് 0.0044. രണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി മൈനസ് 0.0049. അഗെയിൻ ദ ഡിഫറൻസ് ഇസ് മൈനസ് 0.0054. അഗെയിൻ മൈനസ് 0.0049 മൈനസ് 0.0044 ആയിരിക്കും, and it will be minus 0.005, and here also the difference is minus 0.005. സെയിം ആയതുകൊണ്ട് ഡിഫറൻസ് വിൽ ബി 0. ഇത് നമ്മൾ ഡിഫറൻസ് ടേബിൾ കഴിഞ്ഞു. നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. റീസൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ 32 ആണ്. അത് ടേബിളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്നതുകൊണ്ട് ഫോർവേഡ് ഡിഫറൻസ് ഫോമിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് തരുന്നത്. സോ ഫോർവേഡ് ഡിഫറൻസ് ഫോമിലേക്കകത്ത് നമ്മൾ എടുക്കുന്നത് y0 വാല്യൂ, ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹിയർ, ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ y0, ദിസ് ഈസ് ഡെൽറ്റ സ്ക്വയർഡ് y0, this is delta cubed y0, and finally this is delta raised to 4 y0. U value calculate here. U is x minus x0 by h, that is x identified value 32 minus x0, x la aitha value 30 by h is the equal width, that is 5 here, and that becomes 0.4. Directly f of 32 calculate here, and that is given by y0 plus u into delta y0 plus u into u minus 1 by 2 factorial delta squared y0 plus u into u minus 1 into u minus 2 by 3 factorial
delta cubed y0 plus delta raised to 4 y0 വരെ ഉണ്ട്. So one more term, u into u minus 1 into u minus 2 u minus 3 divided by 4 factorial into delta raised to 4 y0. That is equal to y0 is 0.5 plus u into delta y0, that is 0.4 into delta y0 is 0.0736 plus u into u minus 1 by 2 factorial, that is 0.4 into 0.4 minus 1 divided by 2 factorial into delta square y0, that is minus 0.0044 plus u is 0.4 into 0.4 minus 1, 0.4 minus 2 whole divided by 3 factorial into delta cube y0 is minus 0.005 plus last value 0 ആണ്. delta raised to 4 y0 0 ആയതുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് 0. ഇത് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ദ ആൻസർ വിൽ ബി 0.52993. Problem number 3. In an examination, the number of candidates who obtained marks between certain limits are as follows. 30 to 40 is 31, 40 to 50 is 42, 50 to 60 is 51, 60 to 70 is 35, and finally 70 to 80 is 31. Find the number of candidates whose scores lies between 45 and 50. First of all, നമ്മൾ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ല, കാരണം എക്സ് വാല്യൂസ് അല്ല, പകരം ക്ലാസ് ഇൻ്റർവൽസ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെല്ലിലെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് വാല്യൂസും വൈ വാല്യൂസുമായിട്ട് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർപോളേഷൻ നടത്താൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് ലെസ് ദാൻ ടേബിളാണ്. ലെസ് ദാൻ ടേബിൾ മീൻസ് ഒരു പർട്ടിക്കുലർ വാല്യൂഡ് താപ്പോട്ടുള്ള എത്ര പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ എഴുതുക, മാർക്സ് 30 to 40, അപ്പർ ലിമിറ്റ് നോട്ട് ചെയ്യുക 40, ഇവിടെ അപ്പർ ലിമിറ്റ് 50, അപ്പർ ലിമിറ്റ് 60, അപ്പർ ലിമിറ്റ് 70 ആൻഡ് അപ്പർ ലിമിറ്റ് 80. ആക്ച്വലി ഇത് മാർക്സിൻ്റെ അപ്പർ ലിമിറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് വൈ വാല്യൂസ് 40ക്ക് നേരെ നമ്മൾ എഴുതുന്നത് 40ക്ക് താഴെ എത്ര പേരുണ്ടെന്നാണ്. 40ക്ക് താഴെ 31 പേരാണുള്ളത്. സോ ദാറ്റ് ഈസ് 31. 50ക്ക് നേരെ എഴുതാൻ പോകുന്നത് 50ക്ക് താപ്പോട്ട് എത്ര പേരുണ്ട്. 50ക്ക് താപ്പോട്ട് എത്ര പേരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 31 പ്ലസ് 42 ആൻഡ് ദാറ്റ് ഈസ് 73. ഇനി 60ക്ക് നേരെ എഴുതാൻ പോകുന്നത് 60ക്ക് താഴോട്ട് എത്ര പേരുണ്ടെന്ന്. അപ്പോൾ 60ക്ക് താഴോട്ടുള്ള എത്ര പേരാണെന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. 31 പ്ലസ് 42 പ്ലസ് 51, that is 124. അടുത്തത് 70യുടെ നേരെ എഴുതുന്നത് 70ക്ക് താഴെ എത്ര ഉണ്ട്, അത് ഇത് നാലും കൂടെ ആഡ് ചെയ്താൽ മതി. ആൻഡ് ഇറ്റ് വിൽ ബി 159. ആൻഡ് 80ക്ക് താഴോട്ടുള്ളത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 190. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാനിവിടെ എക്സ് വാല്യൂസും വൈ വാല്യൂസും എഴുതി വെച്ചിട്ടുണ്ട്. ഈ വൈ വാല്യൂസ് കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ നമ്പറിന് താഴോട്ട് എത്ര പേരുണ്ടെന്നാണ്. ഇത് 50ക്ക് താഴെ എത്ര പേരുണ്ട്, 60ക്ക് താഴെ എത്ര പേരുണ്ട്, 70ക്ക് താഴെ എത്ര പേരുണ്ട്, 80ക്ക് താഴെ എത്ര പേരുണ്ട്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 45നും 50ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ്. ഓൾറെഡി 50യിൽ താഴെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം. 50യിൽ താഴെ 73 ആൾക്കാരാണുള്ളത്. 50യിൽ താഴെ ഉള്ളവരുടെ എണ്ണം 73 ആണ്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ഇരുന്ന് 45ൻ്റെ വാല്യൂ അങ്ങ് ഇൻ്റർപോളേറ്റ് ചെയ്യും. അപ്പോൾ 45ൻ്റെ വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എനിക്ക് കിട്ടുന്നത് 45ൽ താഴെ എത്ര പേരുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് 50ക്ക് താഴെ എത്ര പേരുണ്ടെന്ന് അറിയാം, 45ന് താഴെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 45നും 50ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഐഡിയ അതാണ്. ഈ ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റ്സ് എഴുതുക, എന്നിട്ട് അതിന് താഴെ എത്ര പേരുണ്ടെന്ന് ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് എഴുതുക.
എന്നിട്ട് 45 to 50 ആണ് വേണ്ടത്. 50ക്ക് താഴെ 45 to 50, 45 മുതൽ 50 വരെ ഈ റേഞ്ചിൽ വരുന്നവരെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ എനിക്ക് 50ക്ക് താഴോട്ട് എത്ര പേരുണ്ടെന്ന് അറിയാം, ദാറ്റ് ഇസ് 73. ഇനി 45ന് താഴെ എത്ര പേരുണ്ടെന്ന് ഇൻ്റർപോളേറ്റ് ചെയ്താൽ മതി. ഈ ടേബിളിൽ നിന്നും 45ൻ്റെ വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 45ന് താഴെ എത്ര പേരുണ്ടെന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് 45നും 50ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് 73യിൽ നിന്നും 45ന് താഴെയുള്ളവരുടെ കൗണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ബിറ്റ്വീൻ 45 ആൻഡ് 50. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഐഡിയ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ 45ൻ്റെ വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കും. 45 ടേബിളിൻ്റെ ആദ്യമേ വരുന്ന വാല്യൂ ആയതുകൊണ്ട് ഫോർവേഡ് ഡിഫറൻസ് ആയിരിക്കും ബെറ്റർ റിസൾട്ട് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫോർവേഡ് ഡിഫറൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് ആദ്യമേ ഡിഫറൻസ് ടേബിൾ വരയ്ക്കാം. സോ 73 minus 31, that is 42. If 124 minus 73, that is 51. 159 minus 124, that is 35. 190 minus 154, 159, that is 31. Again the second difference, 51 minus 42 is 9. 35 minus 51 is minus 16. 31 minus 35 is minus 4. Again the next difference, minus 16 minus 9, that will be minus 25. Minus 4 minus 16, that is minus 4 plus 16, that becomes 12. And finally 12 minus minus 25, that will be 37. Okay, but difference table complete ആയി. നമ്മൾ forward difference ആണ് യൂസ് ചെയ്യുന്നത്. So we need the value y0. So this is y0, this will be delta y0, and this will be delta squared y0. This is delta raised to cube y0, and this is delta raised to 4 y0. ഡെൽറ്റ റൈസ് ടു 4 y0 വരെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർമുല ഡെൽറ്റ റൈസ് ടു 4 y0 വരെ എഴുതണം. അതിനു മുമ്പ് യു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. യു ഈസ് ഗിവൺ ബൈ എക്സ് മൈനസ് x0 by h, and that is x നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ ദാറ്റ് ഈസ് 45 മൈനസ് x0, എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ ദാറ്റ് ഈസ് 40 ഡിവൈഡ് ബൈ h is the equal width. Here the width is 5. So that becomes, here the width is 5 alla 10, 40 50 60, width is 10. So that is equal to 0.5. അപ്പോൾ u വാല്യൂ കിട്ടി. ഇനി നമുക്ക് directly f of 45 calculate ചെയ്യാം. And f of 45 will be equal to y0 plus u into delta y0 plus u into u minus 1 by 2 factorial delta square y0 plus u into u minus 1 into u minus 2 by 3 factorial into delta cube y0 plus one more term, u into u minus 1 into u minus 2 into u minus 3 by 4 factorial into delta raised to 4 y0. Value substitute here. Y0, value of y0 is 31 plus u into y0, u is 0.5, so 0.5 into delta y0 is 42 plus u into u minus 1 by 2 factorial, that is 0.5 into 0.5 minus 1 by 2 factorial is 2 into delta squared y0, that is 9 plus next term is 0.5 into 0.5 minus 1 into 0.5 minus 2 by 3 factorial is 6 into delta cube y0 is minus 25 plus one more term, and that is u into 0.5 into 0.5 minus 1, 0.5 minus 2, 0.5 minus 3 divided by 4
Problem number 4. A second degree polynomial passes through 1 minus 1, 2 minus 1, 3, 1 and 4, 5. Find the polynomial. നമുക്കിത് ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ വെച്ചിട്ടും ചെയ്യാം, ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ വെച്ചിട്ടും ചെയ്യാം. ഈ പോളിനോമിയലിനെ ഇൻ്റർപോളേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ കയ്യിൽ 4 പോയിൻറ്റ്സാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ പോളിനോമിയൽ ഇൻ്റർപോളേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. മോറോവർ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 4 സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആണ് എങ്കിൽ എൻ്റെ പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആണ്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടില്ല. അതേസമയം ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കുറവ് ഡിഗ്രി ഉള്ള പോളിനോമിയൽ കിട്ടുന്നത്. എനിവേ ഈ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരുപാട് പോളിനോമിയൽസ് കാണും. അതിലേറ്റവും ഡിഗ്രി കുറഞ്ഞ ആളെ കിട്ടണമെങ്കിൽ നമ്മൾ ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ ന്യൂട്ടൺ ഇൻ്റർപോളേഷനിൽ ഡിഗ്രി കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിഫറൻസ് ടേബിൾ വരച്ച് കഴിയുമ്പോൾ ഡിഫറൻസ് ടേബിളിൻ്റെ ലാസ്റ്റ് പോർഷൻ 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ ചില ടേമുകൾ ക്യാൻസലായി പോകും. അങ്ങനെ പോളിനോമിയലിൻ്റെ ഡിഗ്രി റെഡ്യൂസ് ആയി കിട്ടും. അപ്പം നമ്മളിവിടെ ഡിഫറൻസ് ടേബിൾ വരച്ചിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യമേ എക്സ് വാല്യൂസ് എല്ലാം എഴുതുക. എക്സ് വാല്യൂസ് ആ 1, 2, 3, 4. എക്സ് വാല്യൂസ് ഈക്വലി ഡിസ്പേസ്ഡ് ആണോ എന്ന് നോക്കണം. എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ആർ -1, -1, 1, 5. ഫസ്റ്റ് ഡിഫറൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. -1 -1 ദറ്റ് ഇസ് 0. 1 -1 2, 5 -1 4. Again second difference, 2 - 0 2, 4 - 2 is 2. Again 2 - 2 0. ലാസ്റ്റ് 0 വന്നുകൊണ്ട് പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറയും. ഇവിടെ 0 കിടക്കുന്നതുകൊണ്ട് പോളിനോമിയലിൻ്റെ ഡിഗ്രി ഇപ്പോൾ 3 ആയിരിക്കില്ല, 2 വരത്തുള്ളൂ. എനിവേ ഇനിയിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ന്യൂട്ടൺ ഫോർവേഡ് യൂസ് ചെയ്താലും ബാക്ക്വേർഡ് യൂസ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. ഞാനിവിടെ ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കോഎഫിഷ്യൻസ് y0 ഡെൽറ്റ y0 അതാദ്യം നോട്ട് ചെയ്യുക. ദിസ് ഈസ് y0, ദിസ് ഈസ് ഡെൽറ്റ y0, ദിസ് ഈസ് ഡെൽറ്റ സ്ക്വയർഡ് y0 and this is delta cubed y0. And what is u? U is x minus x0 by h. That is x is x itself minus x0 എന്ന് പറയുമ്പോൾ x ൽ ആദ്യത്തെ വാല്യൂ 1 minus h equal width is also 1. So that is equal to x minus 1. അപ്പോൾ ആദ്യമേ യുവിൽ പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പിന്നീട് അത് മാറ്റി എക്സിലാക്കിയാൽ മതി. ഓക്കെ, f of x is given by y0 plus u into delta y0 plus u into u minus 1 by 2 factorial into delta squared y0 plus u into u minus 1 u minus 2 by 3 factorial delta cubed y0. That is equal to y0 value is -1 plus u into delta y0 is 0 plus u into u minus 1 by 2 factorial is 2. Delta squared y0 is 2 plus delta cube y0 is 0 ആയതുകൊണ്ട് ആ ടേം എൻറ്റയർലി 0 ആയി പോകും. റിമൈനിങ് വിൽ ബി -1 ക്യാൻസൽ ആയി പോകും. യു സ്ക്വയർ ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് യു സ്ക്വയർഡ് മൈനസ് യു. സോ വി ഗെറ്റ് യു സ്ക്വയർഡ് മൈനസ് യു -1. ഇനി ഇതിനെ എക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. So u is nothing but x minus 1. So substitute the value of u, x minus 1 the whole squared minus x minus 1 minus 1. That is expanding by x squared minus 2x plus 1 minus x plus 1 minus 1. And we get x squared minus 3x plus 1. So this is the second degree polynomial that passes through these points. അപ്പോൾ എപ്പോഴും മിനിമം ഡിഗ്രി പോളിനോമിയൽ വേണമെങ്കിൽ ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ വെച്ച് ചെയ്യുക. ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷനേക്കാളും ഡിഗ്രി കുറഞ്ഞ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്താൽ അത് ന്യൂട്ടൺ ഇൻ്റർപോളേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂബ് y0 നോൺ സീറോ നമ്പർ ആയിരുന്നുവെങ്കിൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി കിട്ടില്ല. ഈ ടേം കൂടെ വരുന്നതുകൊണ്ട് ദെർ വിൽ ബി എ ടേം ഓഫ് യു ക്യൂബ്, സോ ദാറ്റ് ഫൈനലി ദെർ വിൽ ബി എ ടേം ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ തേർഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെ വരും. പക്ഷേ ന്യൂട്ടൺ ഇൻ്റർപോളേഷനിൽ ലാസ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറയാനുള്ള സാധ്യതയുണ്ട്.
Problem number 5. The following data gives the melting point of an alloy of lead and zinc where T is the temperature and D is degrees and P is the percentage of lead in alloy. ഇവിടെ P values T values തന്നിട്ടുണ്ട്. First of all observe that P values are equally spaced. അതുകൊണ്ട് നമുക്ക് ന്യൂട്ടൺ ഇൻ്റർപ്രേഷൻ യൂസ് ചെയ്യാം. നമുക്ക് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലോയ് കണ്ടെയ്നിങ് 84% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 84 ഈ ടേബിളിൻ്റെ ലാസ്റ്റ് വരുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപ്രേഷൻ ആയിരിക്കും ബെറ്റർ റിസൾട്ട് തരുന്നത്. അപ്പോൾ എനിവേ ആദ്യമേ എക്സ് വാല്യൂസും വൈ വാല്യൂസും എഴുതുക. എക്സ് വാല്യൂസായി വൈ വാല്യൂസായി ഇനി ഡിഫറൻസ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡിഫറൻസ് ഇസ് 204 minus 184 that is 20. 226 minus 204 that is 22. Again 250 minus 226 that is 24. That is 26, 28. Again second difference this is 2 2 2 2. അടുത്ത ഡിഫറൻസ് 0 ആയി പോവും. അടുത്ത ഡിഫറൻസ് 0 ആവും. ലാസ്റ്റ് ഡിഫറൻസ് 0. അപ്പോൾ ലാസ്റ്റ് കുറേ 0 ആയതുകൊണ്ട് നമുക്ക് കുറേ ടേമുകൾ ക്യാൻസലായി പോവുകയും ചെയ്യും. നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂസ് താഴെ നിന്ന് മുകളിലോട്ട് വരുന്നതാണ്. സോ ദിസ് ഇസ് അവർ വൈ എൻ, ദിസ് ഇസ് ഡെൽ വൈ എൻ, ദിസ് ഇസ് ഡെൽ സ്ക്വയർഡ് വൈ എൻ, ദിസ് ഇസ് ഡെൽ ക്യൂബ് വൈ എൻ, del raised to 4yn and del raised to 5yn. എനിവേ ഇവർ 3 പേര് 0 ആയതുകൊണ്ട് ഫോമുല അത്ര എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഡെൽ സ്ക്വയർ വൈ എൻ വരെ എഴുതിയാൽ മതി, അവിടം വരെ വാല്യൂ ഉള്ളൂ. സോ ഫൈനലി എഫ് ഓഫ് 84 ഈസ് ഗിവൺ ബൈ വൈ എൻ പ്ലസ് യു ഇൻറ്റു ഡെൽ വൈ എൻ പ്ലസ് യു ഇൻറ്റു യു പ്ലസ് 1 by 2 factorial into del squared yn. ഇത്രയും എഴുതുന്നുള്ളൂ, കാരണം അടുത്ത 3 ടേമുകൾ 0 ആയതുകൊണ്ട് ആ ടേമുകൾ ഗ്രാജുവലി 0 ആയി പോയിക്കോളും. സോ ലെറ്റ് us calculate u first. u is ex minus exn by h and that is equal to x is 84 minus xn is the last x value that is 90 divided by h is the equal bit that is 10. And that is equal to minus 0.6. So let us substitute here. F of 84 is equal to value of yn is 304 plus u is minus 0.6 into del yn is 28 plus u into u plus 1 by 2 factorial that is minus 0.6 into minus 0.6 plus 1 divided by 2 into del square yn is 2. സോ ഇത്രയേ ഉള്ളൂ. ബാക്കി ടേംസ് എല്ലാം 0 ആയി പോകുന്നുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് റിസൾട്ട്സ് ടു 286.96. ഓൾവേസ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് 84 ആണ്. അപ്പോൾ 80യുടെ വാല്യൂ അറിയാം 276, 90യുടെ വാല്യൂ അറിയാം 304. അപ്പോൾ നമ്മൾ 84യുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എപ്പോഴും ഇത് രണ്ടിനും ഇടയിലേ വരത്തുള്ളൂ. that lies between 276 and 304. Here it is 286 and that is correct. Problem number 6. Calculate the value of f of 7.5 from the following table. ഇവിടെ x value is equally spaced ആണ്, so we can go for Newton interpolation. Let us list the x values and y values. X values are 1 2 3 4 5 6 7 8. Corresponding y values are 1 8 27 64 125 216 and 343 512. Okay, നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിഫറൻസ് is 8 minus 1 that is 7 19 37 125 minus 64 that is 61 91 127 and 169.
ഇനി സെക്കൻഡ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. 19 മൈനസ് 7 ദറ്റ് ഈസ് 12. 37 minus 19 that is 18. Next 24, 30, 36 and 169 minus 127 that is 42. Again അടുത്ത ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. 18 minus 12 is 6. Here is also 6, 6, 6, 6. എല്ലാം സെയിം ആയതുകൊണ്ട് അടുത്ത ഡിഫറൻസ് ഇപ്പോൾ എല്ലാം 0 ആയിപ്പോവും. 0, 0 ആൻഡ് 0. ഇനി അങ്ങോട്ടുള്ള ഡിഫറൻസുകളെല്ലാം സീറോസ് ആയിരിക്കും. സോ ദിസ് ഇസ് 0, 0. അഗെയിൻ ഡിഫറൻസ് ഇസ് 0, ഡിഫറൻസ് ഇസ് 0. ഫൈനലി ഡിഫറൻസ് ഇസ് 0. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിന് ശേഷം 0 ആയി പോകുന്നതുകൊണ്ട് നമ്മുടെ ടേംസ് കാൽക്കുലേഷനിലെ ടേംസ് വീണ്ടും കുറയും. എനിക്ക് ലാസ്റ്റ് വരുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ന്യൂട്ടൺ ബാക്ക്വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ വി നീഡ് ടു ടേക്ക് ദ വാല്യൂസ് yn. This is del yn, this is del squared yn, del cubed yn, del raised to 4 yn, del raised to 5 yn, del raised to 6 yn, and finally del raised to 7 yn. del raised to 4 yn മുതൽ അങ്ങോട്ട് 0 ആയതുകൊണ്ട് നമ്മുടെ ഫോർമുലയിൽ അത്രത്തോളം ടേംസുകൾ കുറഞ്ഞു കിട്ടും. ഇവ ഡെൽ ക്യൂബ് yn വരെയുള്ള ടേമുകൾ നമ്മൾ എഴുതിയാൽ മതി. ലെറ്റ്സ് കാൽക്കുലേറ്റ് u ഫസ്റ്റ്. സോ u ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് xn ബൈ എച്ച് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വാല്യൂ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്. ദാറ്റ് ഈസ് 7.5 മൈനസ് xn ഈസ് ലാസ്റ്റ് വാല്യൂ ഓഫ് x ദാറ്റ് ഈസ് 8 divided by h is the equal width. Here the equal width is 1. So that becomes minus 0.5. നമുക്കിനി ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് 7.5 വിൽ ബി ഈക്വൽ ടു yn പ്ലസ് യു ഇൻറ്റു ഡെൽ yn പ്ലസ് യു ഇൻറ്റു യു മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽ സ്ക്വയർഡ് yn പ്ലസ് യു ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു യു മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽ ക്യൂബ് yn പ്ലസ് ഇത്രയും മതി. കാരണം ഡെൽ റൈസ് ടു 4 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേമുകളും 0 ആയതുകൊണ്ട് അതെല്ലാം 0യിൽ റിസൾട്ട് ചെയ്തോളും. സോ ഇവിടം വരെ എടുത്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് yn ഈസ് 512 പ്ലസ് യു ഈസ് മൈനസ് 0.5 ഇൻറ്റു ഡെൽ yn ഈസ് 169 പ്ലസ് മൈനസ് 0.5 ഇൻറ്റു മൈനസ് 0.5 പ്ലസ് 1. സോറി മൈനസ് അല്ല, ഇവിടെ എല്ലാം പ്ലസ് ആണ്. ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുലയിലെല്ലാം പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽ സ്ക്വയർഡ് yn is 42 പ്ലസ് 1 more term minus 0.5 into minus 0.5 plus 1 into minus 0.5 plus 2 divided by 3 factorial into del raised to 3yn and del raised to 3yn is 6. ഓരോ ടേമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. The final answer will be 5112 minus next term reduces to 84.5 minus 5.25 minus 0.375 and that results in 421.87.